കോഴിക്കോട് രാമനാട്ടുകരയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊണ്ടോട്ടി സ്വദേശി ഷിബിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ഷിബിൻ സ്വവർഗ ലൈംഗികതയ്ക്ക് നിർബന്ധിച്ചതാണ് കൊലയ്ക്ക് കാരണമെന്നാണ് അറസ്റ്റിലായ പ്രതി ഇജാസ് പോലീസിന് നൽകിയ മൊഴി. എന്നാൽ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതക കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. ദിൽഷ തിലകനാണ് ചേരുന്നത് കോഴിക്കോട് നിന്നും. ദിൽഷ, ഇക്കാര്യത്തിൽ പ്രതി പറയുന്ന വാദം ഏതു രീതിയിലാണ്, അത് പോലീസ് എത്തരത്തിലാണ് ഏറ്റെടുത്തിരിക്കുന്നത്? പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം ഒക്കെ എങ്ങനെയാണ്? സ്വാതി, പ്രതി ഇജാസ്, വൈദ്യരങ്ങാടി സ്വദേശിയായ ഇജാസ് ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ പ്രതി സ്വയം പോലീസിൽ ചെന്ന് കീഴടങ്ങുകയായിരുന്നു. പ്രതി അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം എന്നാൽ, അതായത് ഇവർ ഒരുമിച്ചിരുന്നാണ് മദ്യപിച്ചത്. ഈ കൊല്ലപ്പെട്ട ഷിബിനും ഈ പ്രതിയും മറ്റ് രണ്ട് സുഹൃത്തുക്കളും ഇവർ ഒരുമിച്ചിരുന്നായിരുന്നു മദ്യപിച്ചത്. ഈ മദ്യപിച്ചതിന് ശേഷം സ്വവർഗ ലൈംഗികതയ്ക്ക് തന്നെ പ്രേരിപ്പിച്ചു. അതിന് തുടർന്നുണ്ടായ തർക്കം ഒരു കൊലപാതകത്തിലേക്ക് എത്തി എന്നുള്ളതാണ് പ്രതി നൽകിയ മൊഴി. എന്നാൽ പോലീസ് ഈ ഒരു മൊഴി പൂർണ്ണമായിട്ടും വിശ്വാസത്തിലെടുത്തിട്ടില്ല. കാരണം ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കം തന്നെയാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ ഒരു നിഗമനം. അതിൽ ഉറച്ചു നിൽക്കുകയാണ് പോലീസ്. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഈ കേസിൽ മറ്റ് പ്രതികൾ, കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്നലെ രാവിലെയോടുകൂടിയാണ് ഈ ഒരു മൃതദേഹം കോഴിക്കോട് രാമനാട്ടുകര ഫ്ലൈ ഓവറിന് സമീപമുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ ഒരു യുവാവിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നത്. ഏകദേശം 35 വയസ്സോളം പ്രായം തോന്നിക്കുന്ന യുവാവിൻ്റെ മൃതദേഹം. എന്നാൽ ആൾ ആരാണ് എന്ന് മണിക്കൂറുകളോളം പോലീസിന് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. കാരണം തലയിൽ വെട്ടുകല്ല് ഉപയോഗിച്ചിട്ട് സാരമായിട്ട് പരിക്കേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം ഇയാളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് മുഖം വികൃതമാക്കിയ നിലയിലായിരുന്നു. മണിക്കൂറുകളോളം ഇയാൾക്ക് ആരാണ് ഈ ഒരു കൊല്ലപ്പെട്ട് കിടക്കുന്നത് എന്നറിയാതെ മണിക്കൂറുകളോളം പോലീസ് വലയുന്നൊരു സാഹചര്യം ഉണ്ടായി. പിന്നീടാണ് പ്രതി വന്നിട്ട് സ്വയം കീഴടങ്ങുന്നത്. വൈദ്യരങ്ങാടി സ്വദേശി ഇജാസ് ആണ് കീഴടങ്ങിയത്. ഈ വൈദ്യരങ്ങാടി സ്വദേശി ഇജാസിനെ തന്നെയാണ് ആദ്യഘട്ടത്തിൽ പോലീസ് സംശയിച്ചതും. ഈ ഇജാസിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണം നടന്നത്. ഇജാസ് സ്വയം വന്ന് കീഴടങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഇജാസ് ഇത്തരത്തിലൊരു കാര്യം, അതായത് ഈ സ്വവർഗ ലൈംഗികതയ്ക്ക് തന്നെ പ്രേരിപ്പിച്ചു, അതിനാലാണ് കൊലപാതകം നടത്തിയത് എന്ന കാര്യം പോലീസിനെ അറിയിക്കുന്നത്. എന്നാൽ പോലീസ് ഇത് കാര്യമായിട്ട് വിശ്വാസത്തിലെടുത്തിട്ടില്ല. കാരണം രണ്ടുപേരും ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് അന്വേഷണത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ രാമനാട്ടുകര ഫ്ലൈ ഓവറിന് സമീപമുള്ള ഈ ആളൊഴിഞ്ഞ പറമ്പ്, അവിടെ ഇന്നലെ തന്നെ നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ തന്നെ കണ്ടതാണ്. അവിടെ വലിയ രീതിയിൽ ഈ ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്നതിനുള്ള തെളിവുകൾ ആ പറമ്പിൽ തന്നെ അവശേഷിക്കുന്നുണ്ട്. നിരവധി മദ്യക്കുപ്പികൾ, അതായത് അതുപോലെ തന്നെ ഈ മയക്കുമരുന്ന് പാക്കറ്റുകൾ എന്നത് അടക്കമുള്ള സാധനങ്ങൾ അവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ആളൊഴിഞ്ഞൊരു പറമ്പാണ്. നാട്ടുകാർക്ക് ആർക്കും അവിടെ ഒരു ബന്ധവുമില്ല. അവിടെ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് പുറം ലോകം അറിയുന്നില്ല. അധികൃതർക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. അതെ ദിൽഷ, അത് തന്നെയാണ്. അതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ കാര്യങ്ങൾ ഉടൻ തന്നെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം.